ഹലോ വ്യൂസ്, ഇത് കെൽട്രോണിൻ്റെ കപ്പാസിറ്ററാണ്. ഇത് 36 MFPയുടെ ഒരു കപ്പാസിറ്ററാണ്. ഇത് സാധാരണ പമ്പുകൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു കുഴപ്പം എന്തെന്ന് വെച്ചാൽ, നമ്മളിതിപ്പോൾ സാധാരണ ഇങ്ങനെ എടുത്ത് രണ്ടും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും കൂടെ ഇങ്ങനെ എടുത്ത് കൈ കൊണ്ട് പിടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ടച്ച് ചെയ്താലും ഒന്നുമില്ല. ഇതിനി നമ്മൾ പമ്പിൽ കൊടുത്തിട്ട് നമ്മൾ ഇളക്കി വയ്ക്കും. മോട്ടർ കറങ്ങാതിരിക്കുമ്പോൾ സ്വിച്ച് ഇടും, മോട്ടർ കറങ്ങത്തില്ല. അപ്പോൾ നമ്മൾ ഇതിനെ ഇളക്കി വയ്ക്കും, എന്നിട്ട് ചെന്ന് പിടിച്ചു കൊടുക്കും. ഇത് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഷോക്ക് അടിക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിപ്പോൾ കാണിച്ചു തരാം. ഇത് ഈ ചാർജ് ഇതിൽ കുറേ നേരം ഇതിൽ നിലനിൽക്കും. ഇതിൽ തന്നെ നിൽക്കും ഈ കപ്പാസിറ്ററിനകത്ത്. അപ്പോൾ നമ്മൾ ഈ ചാർജ് ഇതിൽ നിൽക്കുമ്പോൾ ചെന്ന് ഇതിപ്പോൾ ഓരോന്ന് പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഓരോന്നായിട്ട്. ഇത് രണ്ടിനും കൂടെ ഇപ്പോൾ പിടിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മളെ ഷോക്ക് അടിക്കും. അത്രയും പവർ. ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്തിട്ട് കുറേ നേരമായി. എന്നാലും ഉണ്ടോ ഈ ചാർജ് ഇത്ര ഇതിൽ കാണാം. ഇതിപ്പോൾ ഓരോന്നാലും പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഇതിൽ രണ്ടിലും കൂടെ നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ രണ്ട് കൈ കൊണ്ടോ ഒരു കൈ കൊണ്ടോ ഇതിൽ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ കപ്പാസിറ്റർ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. അറിഞ്ഞൂടാത്തവരായാലും ചെന്ന് ഈ ഫാനിൻ്റെ കപ്പാസിറ്റർ, മോട്ടറിൻ്റെ കപ്പാസിറ്റർ, ഇതൊക്കെ ചെന്ന് നമ്മൾ ഫാനിൻ്റെ കപ്പാസിറ്ററൊക്കെ ഇപ്പോൾ സ്വിച്ച് ഇടുമ്പോൾ മറക്കാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചെന്ന് ഇളക്കിയിട്ട് ഫാനിൻ്റെ കപ്പാസിറ്റർ ഇളക്കുക. അറിയാതെ രണ്ടെണ്ണത്തിലങ്ങനെ ചെന്ന് പിടിക്കുകയാണെങ്കിൽ അടി കിട്ടുക. ഇത്രയും നേരമായി, എന്നാലും ഇതിന് ചാർജ് വേണം ഉണ്ടോ. അതാണ് അതിൻ്റെ